നിങ്ങളുടെ പ്രൈവറ്റ് സ്പേസിൽ വലിയ മോശമായിട്ടുള്ള ടോക്സിക് ആയിട്ടുള്ള ഒരാൾ, പക്ഷേ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ മുന്നിൽ പബ്ലിക്കായിട്ടുള്ള ഒരു സ്ഥലത്ത് വളരെ മാന്യമായിട്ടുള്ള, നിങ്ങളോട് നല്ല രീതിയിൽ പെരുമാറുന്ന, നിങ്ങൾക്ക് നിങ്ങളുടെ സ്പേസ് ഒക്കെ തരുന്ന വളരെ നല്ല ഒരു കഥാപാത്രം. ഇതാണ് ഒരു നാർസിസിസ്റ്റിൻ്റെ രണ്ട് പേഴ്സണാലിറ്റി, രണ്ട് ബിഹേവിയർ രീതികൾ. ഈ രീതിക്കും പ്രത്യേകമായിട്ടുള്ള കാരണങ്ങളുണ്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇവരുടെ ഈ സ്വഭാവ മാറ്റത്തിൻ്റെ കാരണത്തെക്കുറിച്ചാണ്. ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. സോ ചാനലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. തുടക്കത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളോട് പുറത്തുനിന്ന് പബ്ലിക്കായിട്ടുള്ളൊരു സ്ഥലത്ത് വളരെ മാന്യമായിട്ട് പെരുമാറിയ ഒരാൾ വീട്ടിൽ വരുമ്പോൾ നിങ്ങളുടെ പ്രൈവറ്റ് സ്പേസിൽ വളരെ മോശമായിട്ട് പെരുമാറുന്ന സമയത്ത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളത് ഇമാജിൻ ചെയ്യുന്നതല്ല. മറ്റുള്ളവർ കണ്ടാലും മറ്റുള്ളവർ കണ്ടിട്ടില്ലെങ്കിലും മറ്റുള്ളവർക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും ഇയാളുടെ സ്വഭാവം ഇങ്ങനെ തന്നെയാണ്. ഇയാൾ വളരെ ടോക്സിക് ആയിട്ട് തന്നെയാണ് നിങ്ങളോട് പെരുമാറുന്നത്. രണ്ടാമത് നിങ്ങൾ മനസ്സിലാക്കി ഉൾക്കൊള്ളേണ്ട ഒരു കാര്യം, നാർസിസിസ്റ്റിന് ഒരു സ്വഭാവം മാത്രമല്ല. അങ്ങനെ ഒരു സിംഗിൾ ബിഹേവിയർ ഉള്ള ഒരു വ്യക്തിയാണ് നാർസിസിസ്റ്റ് എന്ന് ചിന്തിക്കുന്നതും വളരെ വലിയ ഒരു തെറ്റാണ്. ഇത് നിങ്ങൾക്ക് അവരിൽ നിന്ന് ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടാക്കുന്നതിലും അവരിൽ നിന്ന് രക്ഷപ്പെടുന്നതിലും അങ്ങനെ ഒരുപാട് കാര്യത്തെ ഇല്ലാതാക്കാൻ ഈ ഒരു ഒറ്റ സ്വഭാവമാണ് നാർസിസിസ്റ്റിന് എന്നുള്ള ഒരു കൺക്ലൂഷൻ തടസ്സമായിട്ട് വരും. അതും നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം, ഇവർ ഈ ഒരു പുറത്ത് വരുമ്പോൾ നിങ്ങളോട് പെരുമാറുന്ന ആ ഒരു രീതി എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു പബ്ലിക് സ്പേസിൽ നിങ്ങൾ അയാളുടെ ഒരു പ്രസൻസിൽ നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ അയാൾ നിങ്ങളെ നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് സപ്പോർട്ട് ചെയ്യാം, നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കൊക്കെ ഒരു വാല്യൂ തരുന്ന പോലെയൊക്കെ കാണിക്കാം. അല്ലെങ്കിൽ നിങ്ങളെ ഒരു ഇഗ്നോർ ചെയ്തുകൊണ്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഫ്രീഡം കംപ്ലീറ്റ്ലി തന്നുകൊണ്ടോ നിങ്ങളെ കൺട്രോൾ ചെയ്യാതെ ഭയങ്കര ഒരു ഫ്രീ ആയിട്ട് വിട്ടുകൊണ്ടൊക്കെ ഭയങ്കര ഒരു ഡിസ്റ്റൻ്റ് ആയിട്ട് അയാളുടെ കാര്യം മാത്രം നോക്കിയിട്ടും മുന്നോട്ട് പോവാം. ഇവിടെ അയാളുടെ ഒരു ലൈഫ് അയാളെ മറ്റുള്ളവർക്ക് മുന്നിൽ കാഴ്ചവെക്കുന്ന ഒരു രീതിയാണിത്. അയാൾ നിങ്ങളെ യാതൊരു രീതിയിലും ബുദ്ധിമുട്ടിക്കുന്നില്ല, നിങ്ങൾക്കൊരു കഷ്ടപ്പാടുകളും അയാളിൽ നിന്ന് ഉണ്ടാകുന്നില്ല. നിങ്ങളുടെ ഒരു തീരുമാനങ്ങളിലോ നിങ്ങളുടെ ഒരു അഭിപ്രായങ്ങളിലോ നിങ്ങളുടെ ഒരു ലൈഫിലോ അയാൾ ഇൻ്റർഫിയർ ആകുന്നില്ല. ഈ ഒരു ഇമേജ് മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കുക എന്നുള്ളതാണ് ഈ ഒരു പബ്ലിക് പേഴ്സണാലിറ്റി കൊണ്ട് അയാൾ ഉദ്ദേശിക്കുന്നത്. ഇതേ പേഴ്സൺ ഡയറക്റ്റ് നിങ്ങളുടെ ഒരു പ്രൈവറ്റ് പ്ലേസിലെത്തുന്ന സമയത്ത് നിങ്ങളെ കൺട്രോൾ ചെയ്യും, നിങ്ങളുടെ തീരുമാനങ്ങളെ ചോദ്യം ചെയ്യും. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ചോയ്സ് എടുക്കാൻ പറ്റില്ല, നിങ്ങളെ എപ്പോഴും സംശയിച്ചു കൊണ്ടിരിക്കും, നിങ്ങളെ എല്ലാ സ്ഥലത്തും ഫോളോ ചെയ്തുകൊണ്ടിരിക്കും. ഒരു ബൗണ്ടറി ഇല്ലാതെ കംപ്ലീറ്റ്ലി നിങ്ങളെ കൺട്രോൾ ചെയ്ത് ശ്വാസം മുട്ടിച്ചുകൊണ്ട് മാത്രം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയായിരിക്കും. ഈ വ്യത്യാസമാണ് ഇവരുടെ ഈ ഒരു പേഴ്സണാലിറ്റി പബ്ലിക്കും പ്രൈവറ്റിലേക്കും വരുമ്പോൾ സംഭവിക്കുന്നത്. ഈ ഒരു കൺട്രോളിങ് എന്ന് പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ ചെറിയ ചെറിയ കാര്യങ്ങളോ വലിയ വലിയ കാര്യങ്ങളോ മാത്രമാണെന്ന് വിചാരിക്കരുത്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഓരോ കാര്യങ്ങളും, നിങ്ങൾ എടുക്കുന്ന വസ്ത്രം, നിങ്ങളെ ആര് വിളിച്ചു, നിങ്ങൾ ആരോട് സംസാരിച്ചു, എവിടെ പോയി, 5 മിനിറ്റ് ലേറ്റായി, എന്തുകൊണ്ട് ഇങ്ങനെ, എന്തിന് വന്നു, എന്തിന് പോയി, ഇങ്ങനെ തുടങ്ങി എല്ലാ കാര്യത്തിലും നിങ്ങളെ പൂർണ്ണമായിട്ടും കയത്തിലൊരു കയറിട്ട് നിങ്ങളെ ജീവിക്കാൻ വിടുന്ന പോലെയാണ് ഇവർ നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. അത്രയും അധികം ഡിഫറൻസ് ആണ് പബ്ലിക്കും പ്രൈവറ്റും ഇവർ നിങ്ങളോട് പെരുമാറുന്ന ആ ഒരു രീതിയിൽ മാത്രം ഉണ്ടാകുന്നത്. ഇവരുടെ ഈ രണ്ട് പേഴ്സണാലിറ്റി വളരെ കൺഫ്യൂസിങ് ആയിരിക്കും. കാരണം ഒരു സ്ഥലത്ത് വളരെ മാന്യമായിട്ടുള്ളൊരു പെരുമാറ്റവും നമ്മുടെ കൂടെ മാത്രം വളരെ മോശമായ രീതിയിലുള്ള ഒരു പെരുമാറ്റവുമായിരിക്കും. നമുക്ക് തന്നെ സംശയം തോന്നും, ഇതെന്താ എന്നോട് മാത്രമാണോ ഇനി ഇങ്ങനെ?
മറ്റുള്ളവരോടൊക്കെ ഇവർ നല്ല രീതിയിലാണല്ലോ ബിഹേവ് ചെയ്യുന്നത്. ഈ ഒരു രീതിയിൽ നമ്മൾ ചിന്തിക്കും. ഇതുപോലെ തന്നെ ഇവരുടെ ഒരു സ്വഭാവ രീതി ഇത്രയും ടോക്സിക് ആണെന്ന് നമ്മൾ മറ്റൊരാൾക്ക് കാണിച്ചു കൊടുക്കണമെന്ന് വിചാരിച്ച് ഇവരുടെ കൂടെ പുറത്തു പോയി ഒരു ഫംഗ്ഷനിൽ വരുന്ന ഒരാളോട് പറയാണ്, നീ വാ, ഞാൻ ഇവരുടെ സ്വഭാവം എന്താണെന്ന് കാണിച്ചു തരാം എന്നും പറഞ്ഞ് നമ്മൾ ഇവരുടെ കൂടെ പോയാലോ ഇത്രയും മാന്യമായിട്ടുള്ള ഒരാളെ അവർ കണ്ടിട്ടുണ്ടാവില്ല. ഈ സത്യങ്ങളൊക്കെ തുറന്നു കാണിക്കാൻ പോയ നിങ്ങളവിടെ ഒരു മണ്ടനായി മാറും. ഇങ്ങനെ അവസ്ഥകളും നിങ്ങൾക്ക് ഇവരുടെ ഈ ഒരു സ്വഭാവ രീതി കൊണ്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ള ഒരുപാട് ആളുകൾ നമുക്കിടയിൽ ജീവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ഈ ഒരു സ്വഭാവത്തിൻ്റെ കാരണം കെയറാണ്. ഇവർ ചിലപ്പോൾ കെയർ ചെയ്യുന്നത് നിങ്ങൾ കെയർ ചെയ്യുന്ന ഒരു രീതിയിൽ ആയിരിക്കില്ല. നിങ്ങൾ ഈ കെയർ എന്ന് പറയുമ്പോൾ കെയർ എങ്ങനെയാണ് ഈ ഒരു സ്വഭാവം ഉണ്ടാക്കുന്നത് എന്ന് ചിന്തിക്കും. അയാൾ എന്നെക്കുറിച്ച് ഒരു കെയറും ചെയ്യാത്ത ഒരാളാണ്. അവിടെയാണ് മാറ്റം. അയാൾ നിങ്ങളെക്കുറിച്ചല്ല കെയർ ചെയ്യുന്നത്, അയാളെക്കുറിച്ച് തന്നെയാണ് കെയർ ചെയ്യുന്നത്, അയാളെക്കുറിച്ച് മാത്രം. അയാളുടെ ആ ഒരു ഇമേജ് മറ്റുള്ളവർക്ക് മുമ്പിൽ എത്ര നന്നായിട്ട് കൊണ്ടുപോയി വെക്കാൻ പറ്റും എന്നുള്ളതാണ് അയാൾ നോക്കുന്നത്. അവിടെ ഒരു ടോക്സിക് ബിഹേവിയറും ഒരു നെഗറ്റീവ് പ്രതികരണങ്ങളും ഒരു രീതിയിലുള്ള സംസാരവും മോശമായിട്ടുള്ള ഒരു കമൻറ്റുകളും ഒരു അഭിപ്രായങ്ങളും ഉണ്ടാക്കാതെ പെരുമാറാൻ അയാൾക്ക് സാധിക്കും. അതുപോലെ തന്നെ എപ്പോഴും ഇവർ ഈ ഒരു ഇമേജ് ഒരേ രീതിയിലാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നും ചിന്തിക്കരുത്. ചിലപ്പോൾ നിങ്ങളോട് ഭയങ്കര അഫക്ഷനേറ്റായിട്ട് അല്ലെങ്കിൽ ഒരിക്കലും മറ്റൊരാൾ എവിടെയും കാണിക്കാത്ത ഒരു സ്നേഹവും കെയറും ഭയങ്കര സ്നേഹവും പ്രൊട്ടക്ഷനും ഇങ്ങനെ വലിയൊരു ലവ് ബോംബിങ് എക്സ്പോഷർ കൂടെ ഇവർ നിങ്ങളോട് പബ്ലിക്കായിട്ട് ചെയ്യാം. അങ്ങനെ ചെയ്യുന്ന നാർസിസ്റ്റുകളും ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഒരുപാട് ഫ്രീഡം തരുന്നു അല്ലെങ്കിൽ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നില്ല എന്ന് കാണിക്കുന്നത് പോലെ തന്നെ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു രീതിയിൽ ഭയങ്കര അഫക്ഷനേറ്റായിട്ട് നിങ്ങളെ ഡ്രോപ്പ് ചെയ്യുന്നു, പിക്ക് ചെയ്യുന്നു, നിങ്ങളുടെ ഡ്രസ്സ് ശരിയാക്കി തരുന്നു, ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നു, എവിടെ പോയാലും അന്വേഷിക്കുന്നു. അതൊരു കെയർ എന്നുള്ള രീതിയിലും ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷേ നിങ്ങൾക്ക് മാത്രമേ അറിയുകയുള്ളൂ ഇവർ നിങ്ങളെ കൺട്രോൾ ചെയ്യുകയാണ്. നിങ്ങൾ എവിടെ പോയി, എന്ത് ചെയ്യുന്നു, ആരോട് സംസാരിക്കുന്നു, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളെ കെയർ ചെയ്യുന്ന പോലെ നിങ്ങളെ ഇങ്ങനെ അന്വേഷിച്ച് നടക്കും. നിങ്ങളുടെ മേലെ ഒരു GPS വെച്ച പോലെ. ഒന്നങ്ങോട്ടോ ഇങ്ങോട്ടോ കാണാതെ പോയി കഴിഞ്ഞാൽ ആ കാണാതെ പോയ 10 മിനിറ്റിൻ്റെ ഡോസ് വീട്ടിൽ ചെന്നാൽ നല്ല വെടിപ്പായിട്ട് കിട്ടുകയും ചെയ്യും. പക്ഷെ പബ്ലിക്കായിട്ട് ചിലപ്പോൾ ഒരു തമാശയിലൂടെ നീ ഇതുവരെ എവിടെയായിരുന്നു, നിന്നെ ഞാൻ തെരഞ്ഞു നടന്ന് ബോറടിച്ചു എന്നൊക്കെ പറഞ്ഞ് നല്ല ബെറ്ററായിട്ട് ആ ഒരു സിറ്റുവേഷൻ അങ്ങ് മാനേജ് ചെയ്യും. ഈ ഒരു രീതിയിലും നാർസിസിസ്റ്റ് ഈ ഒരു സാഹചര്യം ഹാൻഡിൽ ചെയ്യാനും അങ്ങനെ ഒരു ഇമേജ് ഉണ്ടാക്കിയെടുക്കാനും ശ്രമിക്കാറുണ്ട്. അപ്പോൾ എപ്പോഴും ആ ഒരു ഡിസ്റ്റൻറ്റ് സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്ന സ്വഭാവം മാത്രമാണ് എന്ന് ചിന്തിക്കരുത്. പക്ഷേ ഈ ഒരു ഡിസ്റ്റൻറ്റ് സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ അത് എടുത്തു പറഞ്ഞത്. ഈ ഒരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് ഇവർ നിങ്ങളെ ഒന്നുമല്ലാതാക്കുന്ന രീതിയിലൊരു ബിഹേവിയറും കൂടെ ചെയ്യുന്നുണ്ട്. നിങ്ങളവിടെ പൂർണ്ണമായിട്ടും ഇൻവിസിബിൾ ആയിരിക്കും. ഇവർ ഭയങ്കര ആക്റ്റീവായിരിക്കും. ഇവരുടെ ആ ഒരു ലോകത്ത് ഭയങ്കര ആക്റ്റീവ്, എല്ലാ കാര്യത്തിലും ഇൻവോൾവ്ഡ് ആയിരിക്കും, ഒരുപാട് കമൻസ്, അഭിപ്രായങ്ങൾ. പക്ഷേ ഇതൊന്നും നിങ്ങളെക്കുറിച്ചാവില്ല. അവിടെ നിങ്ങളെക്കുറിച്ച് ഇവർ ബോധേഡേ ആയിരിക്കില്ല. ഇവരുടെ ആ ഒരു ഇമേജ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലായിരിക്കും ഈ നാർസിസിസ്റ്റ് പൂർണ്ണമായിട്ടും. ഇവിടെ ശരിക്കും നിങ്ങൾക്കൊരു കംപ്ലീറ്റ്ലി ഫ്രീഡം കിട്ടിയ പോലെ തന്നെ ആയിരിക്കും തോന്നുന്നത്. കാരണം ആ വീട്ടിലുള്ള ശ്വാസം മുട്ടിച്ചിട്ടുള്ള ആ ഒരു സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾ ഇങ്ങനെ ഒരു സമയം കിട്ടുമ്പോൾ അതിന് 5 മിനിറ്റ് ആണെങ്കിലും നിങ്ങൾക്കത് ഭയങ്കരമായിട്ട് ഫീലാവും. വലിയ എന്തോ ഒരു ഫ്രീഡം കിട്ടിയ പോലെ നിങ്ങൾക്ക് തന്നെ അത് ഫീലാവും.
ഇനി പ്രൈവറ്റിലേക്ക് വരുന്ന സമയത്ത് എന്തിനിവർ ഇങ്ങനെ മോശമായിട്ട് പെരുമാറണം? കാരണം അവിടെ ഇവർക്ക് എത്ര മോശമായിട്ട് വേണേലും പെരുമാറാം. അവിടെ നിങ്ങൾ 2 പേർ മാത്രമേ ഉള്ളൂ. ഇവിടെ നിങ്ങൾ വേദന അനുഭവിക്കുന്നു, നിങ്ങളെ ഇവർ ബുദ്ധിമുട്ടിക്കുന്നു, കഷ്ടപ്പെടുത്തുന്നു, ഒരുപാട് അബ്യൂസ് ചെയ്യുന്നു. പക്ഷേ ഇതിനൊന്നും തെളിവില്ല, ഇതൊന്നും ആരും കാണുന്നില്ല. നിങ്ങൾക്കിതൊന്നും മറ്റൊരാൾക്ക് എക്സ്പ്രസ് ചെയ്ത് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കാനും പറ്റില്ല. കാരണം പുറത്തു വരുമ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഇതിനൊരു തെളിവ് കാണിക്കാൻ നിങ്ങൾക്കൊരു ചാൻസ് കിട്ടില്ല. കാരണം പബ്ലിക്കായിട്ട് ഇവർക്ക് നല്ല ഒരു ഇമേജ് ഉണ്ട്, പ്രൈവറ്റായിട്ട് ഇവർ നിങ്ങളെ അബ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു രീതിയിൽ കംപ്ലീറ്റ്ലി ഒരു കൺട്രോൾ, നിങ്ങൾ ചെയ്യുന്ന ഓരോ നിസ്സാരമായിട്ടുള്ള പ്രവൃത്തിയിലും നിങ്ങളുടെ കഴുത്തിൽ ഇങ്ങനെ കത്തിവെച്ച് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന പോലെ കൺട്രോൾ ചെയ്ത് ശ്വാസം മുട്ടിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക. ഇത് മാത്രമാണ് നാർസിസിസ്റ്റിൻ്റെ ആ ഒരു പ്രൈവറ്റ് പേഴ്സണാലിറ്റി കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. അവരുടെ കംപ്ലീറ്റ്ലി ആ ഒരു ഡോമിനേഷൻ, അവർക്ക് നിങ്ങളെ കൺട്രോൾ ചെയ്താൽ മാത്രമേ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ, റിലേഷൻഷിപ്പിലുള്ള ആ ഒരു സാറ്റിസ്ഫാക്ഷൻ അവർക്ക് കിട്ടുകയുള്ളൂ. നിങ്ങളുടെ ആ ഒരു ഇമോഷണൽ റിയാക്ഷൻ അവർ കൺട്രോൾ ചെയ്യുമ്പോൾ നിങ്ങളിലുണ്ടാവുന്ന ആ ഒരു പേടി, നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്ന ഓരോ ഫീലിങ്സ്, ഇതാണ് ഇവരുടെ ഫ്യൂവൽ. ഈ ഒരു ഫ്യൂവലിന് വേണ്ടിയിട്ട് എത്ര മോശമായിട്ടും അവർ നിങ്ങളെ കൺട്രോൾ ചെയ്യും. ഈ ഒരു ഫ്യൂവൽ കൊണ്ട് അവർ നല്ല എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകും. ഇവിടെ നിങ്ങൾ കഷ്ടപ്പെട്ട് ആ ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിൽ ഇങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോകും. അതായത് വളരെ സിമ്പിളായിട്ട് ചിന്തിച്ചാൽ, നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ ഒരാൾക്ക് നിങ്ങളോട് സ്നേഹം വേണമെന്ന് ഒരു ആവശ്യവുമില്ല. നിങ്ങളോട് പ്രോപ്പറായിട്ട് സ്നേഹമുള്ള ഒരാൾക്ക് നിങ്ങൾക്ക് വേണ്ടതും നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്നതും എല്ലാം മനസ്സിലാക്കാനും നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും അത് ഉൾക്കൊള്ളാനും ഒക്കെയുള്ള ഒരു അക്കൗണ്ടബിലിറ്റിയും നല്ല രീതിയിലുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ബൗണ്ടറി, സ്നേഹം, കെയർ, ഇങ്ങനെ ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ടാവും. ഇതൊന്നുമില്ലാതെ ഈ പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്യുന്നത് ഒരിക്കലും ഒരു സ്നേഹം അല്ല. അവർക്ക് എങ്ങനെയെങ്കിലും നിങ്ങളെ ഒന്ന് ഇൻഫ്ലുവൻസ് ചെയ്താൽ മാത്രം മതി. അതുകൊണ്ടാണ് പബ്ലിക്കായിട്ട് ദേ ഡോണ്ട് കെയർ. ബട്ട് വെൻ ഇറ്റ് കംസ് ടു പ്രൈവറ്റ് ലൈഫ്, ഇറ്റ്സ് ലൈക്ക് എ ജയിൽ. ലിറ്ററലി നിങ്ങളൊരു ജയിലിൽ എത്ര അധികം പെട്ട് കിടക്കുന്നുണ്ടോ അതിലും മോശമായിട്ട് ഇമോഷണലി നിങ്ങൾ ഇവരുമായിട്ടൊരു ട്രാപ്പിൽ അങ്ങ് പെട്ടു പോവുകയാണ് ഈ ഒരു പ്രൈവറ്റ് ലൈഫിൽ സംഭവിക്കുന്നത്. ഇനി ഇവരുടെ ഈ ഒരു സ്വഭാവത്തിനൊരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ 2 പേരൊരു ഫംഗ്ഷന് പോകുന്നു. ആ ഫംഗ്ഷനിൽ നിങ്ങൾ അവരോട് സംസാരിക്കാനും അവരുടെ കൂടെ നിൽക്കാനും ഒരു പാർട്ട്ണർ അല്ലേ, ഒന്നിച്ച് നിന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാനുമൊക്കെ ശ്രമിക്കുന്നു. പക്ഷേ ബെയർ മിനിമം ഒരു ശ്രദ്ധ പോലും അവർ നിങ്ങൾക്ക് തരില്ല. നിങ്ങളിങ്ങനെ അവോയ്ഡ് ചെയ്ത് അവരുടെ കാര്യം നോക്കി അങ്ങ് പോകും. പക്ഷേ അത് കഴിഞ്ഞ് നിങ്ങൾ വീട്ടിൽ പോകുന്ന സമയത്ത് അവർ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങും. നീ എവിടെ പോയതായിരുന്നു? ആ സമയത്ത് നിന്നെ കണ്ടില്ലല്ലോ. നീ ആരോട് സംസാരിക്കായിരുന്നു? അവൻ നിന്റെ കൂടെ പഠിച്ച ആളല്ലേ? അവനെ നിനക്ക് മുന്നേ അറിയായിരുന്നില്ലേ? ഇങ്ങനെ ചോദിച്ച് അതായത് അന്നത്തെ ഒരു ദിവസം അയാൾ നിങ്ങളെ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്തു. പക്ഷേ സംഹൗ യു ആർ ദ പ്രോബ്ലം. നീ കാരണമാണ് ഈ പ്രശ്നം മുഴുവനും ഉണ്ടായത്. നീ കാരണമാണ് ഞാൻ നിന്നോട് സംസാരിക്കാതിരുന്നത്. ഇങ്ങനെ രീതിയിൽ എല്ലാം ഒരു ബ്ലെയിം നിങ്ങളുടെ തലയിലേക്കിട്ട് വീട്ടിലെത്തുമ്പോഴേക്കും അയാൾ നിങ്ങളെ പൂർണ്ണമായിട്ടും ശ്വാസം മുട്ടിച്ചൊരു കൺട്രോളിൽ കൊണ്ടുവന്ന് നിർത്തും. നിങ്ങൾക്ക് എന്ത് ചെയ്യണം, എന്ത് പറയണം, ഇനി ഞാൻ തെറ്റ് ചെയ്തോ, ഞാൻ സംസാരിച്ചില്ലേ, ഞാൻ അയാളോട് ശ്രദ്ധിച്ചില്ലേ, അയാളോട് സംസാരിച്ചില്ലേ, ഇങ്ങനെ സ്വയം സംശയിച്ച് മുന്നോട്ട് പോകും. ഇനി ആ ഒരു സാഹചര്യം മാത്രമല്ല, വേറെ സാഹചര്യങ്ങളിലും സിമിലറായിട്ട് ഇവരുടെ പെരുമാറ്റം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് നല്ലൊരു അച്ചീവ്മെൻ്റ് ഉണ്ടായെന്ന് വിചാരിക്കാം. ഇവർ നിങ്ങളോട് വളരെ സിമ്പിളായിട്ട് കൺഗ്രാറ്റ്സ്, ഓക്കെ എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒരു സിമ്പിളായിട്ട് അതങ്ങ് തള്ളിക്കളയും.
അല്ലെങ്കിൽ ഇതൊക്കെ നിസ്സാരമായിട്ടുള്ള കാര്യമല്ലേ, ഇതൊക്കെ ആരെക്കൊണ്ടും പറ്റും, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങളെ ഒന്ന് ഡിസപ്പോയിൻറ്റഡ് ആക്കിയിട്ടൊക്കെ ആയിരിക്കും ഇവർ ആ ഒരു സാഹചര്യം മാനേജ് ചെയ്യുന്നത്. പക്ഷേ ഇതേ അച്ചീവ്മെൻ്റ് ഇവരുടെ ലൈഫിൽ സംഭവിക്കുന്ന സമയത്ത് നിങ്ങൾ ഇവരെ തലയിലെടുത്തുകൊണ്ട് നാട് മൊത്തം ഓടണമെന്നായിരിക്കും ഇവരുടെ എക്സ്പെക്റ്റേഷൻ. ഒരു കാലത്തും ഒരു രീതിയിലും ലോയാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാതെ നിങ്ങൾ അവരോട് പൂർണ്ണമായിട്ടും ലോയലായിട്ട് നിൽക്കണം എന്നായിരിക്കും ഇവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഈ ഒരു രീതിയിലും ഇതേ സ്വഭാവം ഇവർ കാണിക്കും. രണ്ട് സാഹചര്യം ഓരോ സാഹചര്യത്തിലും മാറ്റി മാറ്റി കൊണ്ടുവരും. പബ്ലിക്കായിട്ടൊന്ന്, പ്രൈവറ്റായിട്ടൊന്ന്. നിങ്ങൾക്ക് വരുന്ന അതേ സാഹചര്യം അവരുടെ ലൈഫിൽ വരുമ്പോൾ ഒരു രീതിയിൽ ഹാൻഡിൽ ചെയ്യും. അതേ പ്രശ്നം നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ അതേ നേട്ടം നിങ്ങളുടെ ലൈഫിൽ വരുന്ന സമയത്ത് വേറൊരു രീതിയിൽ ഹാൻഡിൽ ചെയ്യും. ഇതാണ് നാർസിസിസ്റ്റിൻ്റെ രണ്ട് പേഴ്സണാലിറ്റി. വീണ്ടും ഞാൻ നിങ്ങളെ ഒന്നുകൂടെ റിമൈൻഡ് ചെയ്യാണ്, ഒരു നല്ല റിലേഷൻഷിപ്പ് എപ്പോഴും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങും മ്യൂച്വൽ റെസ്പെക്റ്റും ഒക്കെ വെച്ചിട്ട് വളർന്നു വരുന്ന ഒന്നാണ്. ഒരിക്കലും കൺട്രോൾ കൊണ്ട് നല്ലൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് ഉണ്ടായി വരില്ല. രണ്ടു പേർക്കും രണ്ട് ജീവിതമാണ്. അതിൽ ഒരുപാട് മാറ്റങ്ങളുള്ള, വ്യത്യാസങ്ങളുള്ള ബൗണ്ടറീസ് ഉണ്ടാകാം. ഇത് പൂർണ്ണമായിട്ടും ഷെയർ ചെയ്ത് അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് സംസാരിച്ച് മനസ്സിലാക്കി തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോവാം. ഇതിനൊരു മ്യൂച്വൽ റെസ്പെക്റ്റ് എന്ന് പറയും. രണ്ടു പേർക്കും വോയിസ് ഉണ്ട്, രണ്ടു പേർക്കും തീരുമാനങ്ങളുണ്ട്. അക്സെപ്റ്റ് ചെയ്യാനും റിജക്റ്റ് ചെയ്യാനും രണ്ടു പേർക്കും ഫ്രീഡം ഉണ്ട്. ഈ ഒരു രീതിയിൽ വേണം ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാൻ. അതല്ല ഒരാളുടെ നിയമങ്ങൾ മാത്രമാണ് ഒരു റിലേഷൻഷിപ്പിൽ അപ്ലിക്കബിൾ ആവുന്നത് എങ്കിൽ സൂക്ഷിക്കണം, അത് ടോക്സിക് ആണ്. അത് നല്ലൊരു നാർസിസിസ്റ്റിക് ബിഹേവിയർ തന്നെയാണ്. കാരണം ഈ സ്വഭാവം ഒരുപാട് കാലം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു തീരുമാനം ഒരിക്കലും പിന്നെ എടുക്കാൻ സാധിക്കില്ല. അവരുടെ ആ ഒരു മാനിപ്പുലേഷനും ഗ്യാസ് ലൈറ്റിങ്ങും ഒക്കെ കാരണം ഞാനിനി സെൻസിറ്റീവ് ആണോ, ഞാനെന്തെങ്കിലും തെറ്റ് ചെയ്തോ, ഞാനിനി പോയപ്പോൾ ശ്രദ്ധിച്ചില്ലേ, അവരുടെ അച്ചീവ്മെൻറ്റിൽ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ലേ, അല്ലെങ്കിൽ അവരോട് പ്രോപ്പറായിട്ട് കാര്യങ്ങളൊന്നും എക്സ്പ്രസ് ചെയ്തില്ല, ഇങ്ങനെ എല്ലാ ചോദ്യങ്ങളും സ്വയം ചോദിച്ച് ഒരുപാട് നാൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു സെൽഫ് നഷ്ടപ്പെടും. സെൽഫ് റെസ്പെക്റ്റ്, സെൽഫ് ബിലീവ്സ് എല്ലാം സ്വന്തമായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ക്വാളിറ്റീസ് ഉണ്ടായിട്ടുണ്ടോ എല്ലാം നിങ്ങൾക്ക് നഷ്ടപ്പെടും. സോ ഒരു റിലേഷൻഷിപ്പിൻ്റെ ബേസ് എന്താണ്, ഹെൽത്തി ആയിട്ടുള്ള എന്താണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, അത് പഠിക്കണം. എന്നാലേ നിങ്ങൾക്ക് അൺഹെൽത്തി ആയിട്ടുള്ള ഒന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഒരു ഭക്ഷണം നമ്മൾ കഴിക്കുന്ന സമയത്ത് ആ ഭക്ഷണത്തിൽ നിന്ന് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സംഭവങ്ങൾ നമുക്ക് ശരീരത്തിലേക്ക് കിട്ടി അതിൻ്റെ ഒരു ബെനിഫിറ്റ് നമ്മൾ ശരീരത്തിൽ ഫീൽ ചെയ്യുമ്പോൾ മാത്രമേ നല്ലതല്ലാതെ ചീഞ്ഞളിഞ്ഞ ഒരു ഭക്ഷണം കഴിച്ച് അതിൽ നിന്നുണ്ടാവുന്ന ഇമ്പാക്റ്റ് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവുള്ളൂ. കേടുവന്ന ഭക്ഷണം കഴിച്ചാൽ ഉടനെ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരും, ചിലപ്പോൾ വൊമിറ്റ് ചെയ്യും, ഇങ്ങനെ അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടാവും. അതുപോലെ ആ ഒരു ഇമ്പാക്റ്റ് വരുമ്പോൾ ഇത് ശരിയല്ല, നല്ലതല്ല എന്ന് നമുക്ക് മനസ്സിലാവണമെങ്കിൽ നല്ലതെന്താണെന്ന് നമുക്ക് അറിയണം. നമുക്കറിയാത്തൊരു കാര്യം നമുക്ക് ഒരിക്കലും മനസ്സിലാവില്ല. അപ്പോൾ റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയുമ്പോൾ ഇത് എല്ലാവരും പഠിക്കേണ്ട ഒന്ന് തന്നെയാണ്, എല്ലാവരും മനസ്സിലാക്കേണ്ട ഒന്ന് തന്നെയാണ്. ഓരോ സ്വഭാവ രീതികളും പെരുമാറ്റങ്ങളും ഇതിനൊക്കെ റെസ്പോണ്ട് ചെയ്യേണ്ട രീതികളും എല്ലാം. അപ്പോൾ നാർസിസിസ്റ്റിൻ്റെ ഈ രണ്ട് പേഴ്സണാലിറ്റി കൊണ്ട് ഇവർ ഈ ഒരു ജീവിതം നിങ്ങളെ പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ എപ്പോഴും ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഒന്നാണ്, എല്ലാ സമയത്തും ഒരു സാഹചര്യമോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് അവരെന്നെ അവോയ്ഡ് ചെയ്തു, അവനൊരു നാർസിസിസ്റ്റാണ്, അങ്ങനെയല്ല. പൂർണ്ണമായിട്ടും ഇവരുടെ ബിഹേവിയറൽ പാറ്റേൺസ് ഫോക്കസ് ചെയ്തുകൊണ്ട് മാത്രമേ ഒരു കൺക്ലൂഷനിൽ എത്താവൂ.
അല്ലാതെ ഒരാളെ ഒറ്റയടിക്ക് നാർസിസ്റ്റ് ആണ് എന്ന് വിലയിരുത്തരുത്. എല്ലാവർക്കും ബാഡ് ഡേയ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ നല്ലൊരു മൂഡല്ലാത്ത ഒരു സമയവും അല്ലെങ്കിൽ ആർഗ്യുമെൻസും ചില എതിരഭിപ്രായങ്ങളും എല്ലാം ഉണ്ടാവാം. ഇത് കംപ്ലീറ്റ്ലി നോർമലാണ്. അത് എല്ലാ റിലേഷൻഷിപ്പിലും രണ്ട് മനുഷ്യരാണെങ്കിൽ രണ്ട് അഭിപ്രായങ്ങൾ എപ്പോഴും ഉണ്ടാകാം. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു പാറ്റേൺ എങ്ങനെയാണ്? പബ്ലിക്കായിട്ട് ഫുള്ള് ടോക്സിക് ആണോ, അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് മാത്രം ഫ്രീ ആയിട്ട് വീട്ടിലെത്തുമ്പോൾ ഫുള്ള് കൺട്രോളിങ് ആണോ? ഇതെപ്പോഴും ഇങ്ങനെ തന്നെയാണോ മുന്നോട്ട് പോകുന്നത്? എൻ്റെ പോയിൻറ്റ്സ് അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായങ്ങൾക്ക് ഇവിടെ ഒരു വാല്യൂ ഉണ്ടോ? സ്വയം ചെയ്ത തെറ്റുകൾക്കൊരു അക്കൗണ്ടബിലിറ്റി ഉണ്ടോ? പറഞ്ഞ വാക്കുകൾക്ക് ഒരു വിലയുണ്ടോ? ലോയലാണോ? ഇങ്ങനെ എല്ലാം പൂർണ്ണമായിട്ട് ഇവരുടെ ബിഹേവിയറൽ പാറ്റേൺസ് പൂർണ്ണമായിട്ട് നോക്കിയിട്ട് വേണം ഇവരൊരു നാർസിസ്റ്റ് ആണോ, ഏതൊരു പേഴ്സൺ ആണ് എന്നുള്ളത് മനസ്സിലാക്കാൻ. അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഹാബിറ്റ്സ് എന്താണ്, ബിഹേവിയർ എന്താണ്, ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് എനിക്ക് കിട്ടുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്വയം ചോദിക്കുകയും വേണം. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്നേഹം ഒരിക്കലും പബ്ലിക്കായിട്ട് എല്ലാവരുടെ മുമ്പിലും കാണിക്കേണ്ട ഒന്നല്ല. അതൊരു മ്യൂച്വൽ റെസ്പെക്റ്റ് ആണ്. മറ്റുള്ളവർ കാണുന്നുണ്ടെങ്കിലും കാണുന്നില്ലെങ്കിലും നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്നേഹമാണെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാവും. അത് നിങ്ങൾക്ക് പബ്ലിക്കായിട്ടും കിട്ടും, പ്രൈവറ്റായിട്ടും കിട്ടും. അവിടെ മ്യൂച്വൽ റെസ്പെക്റ്റും കെയറും സപ്പോർട്ടും ഇതെല്ലാം രണ്ട് സാഹചര്യത്തിലും ഉണ്ടാവും. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ മാത്രം തരുന്ന ഒരു സംഭവമായിട്ട് സ്നേഹം കാണരുത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ജീവിതത്തിൽ എവിടെയെങ്കിലും ഇതുപോലുള്ള സാഹചര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനലിൽ വേറെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസൊക്കെ കിടപ്പുണ്ട്, കയറി കാണാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. സോ സ്റ്റേ അവെയർ, സ്റ്റേ ഗ്രൗണ്ടഡ്, ബി എംപതറ്റിക്. ദിസ് ഈസ് TQ Talks.